ഹായ് ഓൾ. ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ വെക്കേഷന് നമ്മളൊരു 2 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ആദ്യത്തെ ദിവസം ഫ്രൈബർഗ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ആദ്യത്തെ ട്രെയിൻ കൈസർസ്ലോട്ടറിന് കാൾസ്റൂയയിലേക്കായിരുന്നു. കാൾസ്റൂയ ഇറങ്ങി ഒരു ലാറ്റെ മക്കിയറ്റവും കുടിച്ച് നമ്മൾ ഓഫൻബർഗിലേക്ക് ട്രെയിൻ കയറി. അവിടുന്ന് മെയിൻ ഡെസ്റ്റിനേഷനായ ഫ്രൈബർഗിലേക്കായിരുന്നു അടുത്ത ട്രെയിൻ. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായ പൂന്തോട്ടവും കൃഷി സ്ഥലങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ നമ്മളൊരു 3.25 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് ഫ്രൈബർഗ് എന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഇത് ട്രാമുകളുടെ സിറ്റി ആണോ എന്ന് എനിക്ക് തോന്നിയത്. ട്രാംസ് ആയിരുന്നു സിറ്റിയിലെ മെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അങ്ങനെ രാവിലത്തെ നഗര കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മെല്ലനെ നടന്നു. ആദ്യം ദൈവത്തിനെ പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് കരുതി നമ്മൾ നേരെ ഫ്രൈബർഗ് കാത്തഡ്രലിലേക്കാണ് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 500 മീറ്റർ നടന്നപ്പോൾ നമ്മൾ കാത്തഡ്രലിൻ്റെ അടുത്തെത്തി. മ്യൂൺസ്റ്റർ മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ടാവാം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൗഡ് കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ വൈകിപ്പിക്കാണ്ട് നമ്മൾ ചർച്ചിലേക്ക് കയറി. ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസിലുണ്ടായിരുന്ന ആർക്കിടെക്ചർ വർക്ക് നല്ല മനോഹരമായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മെല്ലനെ പുറത്തോട്ടേക്ക് ഇറങ്ങി. പുറത്തുനിന്നും ചർച്ചിൻ്റെ ആർക്കിടെക്ചർ നല്ല അടിപൊളിയായിരുന്നു. അവിടുന്ന് നമ്മൾ പിന്നെ മ്യൂൺസ്റ്റർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. സ്പ്രിംഗ് സീസണിൻ്റെ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ ബൊക്കയും ചെടികളും ഒക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ വുഡിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന സ്റ്റോൾസും ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ലോക്കൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിൽക്കുന്ന സ്റ്റോൾസും ഫുഡ് സ്റ്റോൾസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഹിസ്റ്റോറിഷസ് കൗഫ് ഹൗസ്. വീണ്ടും സിറ്റി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഇനിയൊരു കാഴ്ചയാണ് ബെഷ്ലെ. ഇത് കനാലിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ പോലെയാണ്. പിന്നെ അങ്ങനെ കുറച്ചും കൂടി നടന്ന് ഷ്വാബൻ ടോറും മാർട്ടിൻ സ്റ്റോറും കണ്ടു. അവിടുന്ന് പിന്നെ ഒരു ട്രാം പിടിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ സീ പാർക്ക് കാണാനായിരുന്നു പോയത്. സീ പാർക്ക് നല്ലൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ ചെടികളും പിന്നെ ഒരു ബ്രിഡ്ജും വെള്ളമൊക്കെ ആയിട്ടുള്ള അടിപൊളിയൊരു സ്ഥലം. അവിടുന്ന് നേച്ചർ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അടുത്ത യാത്ര നമ്മൾ 2ാമത്തെ ദിവസത്തെ ഡെസ്റ്റിനേഷനായ ട്രിബർഗിലേക്കായിരുന്നു.